വ്ലോഗ് വൺ മീഡിയയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അന്റോണിം എന്ന വിഭാഗത്തിൽ നിന്നും PSC 2015 ചോദിച്ച കുറച്ച് വാക്കുകൾ പറഞ്ഞായിരുന്നു. അപ്പോൾ ആ വാക്കുകളുമായി ബന്ധപ്പെടുത്തി PSC മുൻപ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷനുകളിൽ ചോദിച്ചിട്ടുള്ള വാക്കുകളുടെ അർത്ഥം കൂടി നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന പ്രതീക്ഷയോടെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യത്തെ വാക്ക് നോക്കാം. ബ്രേവ് എന്ന വാക്കിൻ്റെ ഓപ്പോസിറ്റ് ടിമിഡ്. ബ്രേവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ധൈര്യശാലിയായ എന്നും, ടിമിഡ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഭീരുത്വമുള്ള. അടുത്ത വാക്ക് ബ്ലേക്കിൻ്റെ ഓപ്പോസിറ്റ് ബ്രൈറ്റ്. ബ്ലീക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശോകമെന്നും, ബ്രൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സന്തോഷമെന്നും. അപ്പോൾ പറഞ്ഞ രണ്ട് വാക്ക്. ബ്രേവ് എന്ന് വെച്ചാൽ ധൈര്യശാലി, അതിൻ്റെ ഓപ്പോസിറ്റ് ടിമിഡ് ഭീരുത്വമുള്ള. അടുത്ത വാക്ക് ബ്ലീക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശോകത്തിൻ്റെ ഓപ്പോസിറ്റ് സന്തോഷം, അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിലെ വാക്ക് എന്ന് പറഞ്ഞാൽ ബ്രൈറ്റ്. ബ്ലീക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ബ്രൈറ്റ്. അടുത്തത് ബ്ലെയിമിൻ്റെ ഓപ്പോസിറ്റ് പ്രൈസ്. ബ്ലെയിം എന്ന വാക്കിൻ്റെ അർത്ഥം കുറ്റപ്പെടുത്തുക എന്നും, അതിൻ്റെ ഓപ്പോസിറ്റ് പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുകഴ്ത്തുക. അപ്പോൾ പറഞ്ഞ മൂന്നെണ്ണം. ബ്രേവിൻ്റെ ഓപ്പോസിറ്റ് ടിമിഡ്, ബ്ലീക്കിൻ്റെ ഓപ്പോസിറ്റ് ബ്രൈറ്റ്, ബ്ലെയിമിൻ്റെ ഓപ്പോസിറ്റ് പ്രൈസ്. അടുത്തത് ബെനവലൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യത്വം എന്നും, അതിൻ്റെ ഓപ്പോസിറ്റ് മനുഷ്യത്വം ഇല്ലായ്മ മെയിൽ വലൻസ്. ബെനവലൻസിൻ്റെ ഓപ്പോസിറ്റ് മെയിൽ വലൻസ്. അടുത്തത് ബെസ്റ്റിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ തിടുക്കം. തിടുക്കം, അതിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ സാവകാശം, സ്ലോനെസ് എന്ന് പറയും. ബെസ്റ്റിലിൻ്റെ ഓപ്പോസിറ്റ് സ്ലോനെസ്. അപ്പോൾ ബ്രേവ് ടിമിഡ്, ബ്ലീക്ക് ബ്രൈറ്റ്, ബ്ലെയിം പ്രൈസ്, ബെനവലൻസ് മെയിൽ വലൻസ്, ബെസ്റ്റിൽ സ്ലോനെസ്. അടുത്ത വാക്ക് ബ്രിറ്റിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൃദുലമായ, അതിൻ്റെ ഓപ്പോസിറ്റ് കഠിനമായ ടഫ്. ബ്രിറ്റിലിൻ്റെ ഓപ്പോസിറ്റ് ടഫ്. ബ്രിറ്റിൽ എന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് മൃദുലമായതും, ടഫ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് കഠിനമായ. ബ്രിറ്റിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൃദുലമായ, ടഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കഠിനമായ. അപ്പോൾ ബ്രിറ്റിലിൻ്റെ ഓപ്പോസിറ്റ് ടഫ്. ബെസ്റ്റിലിൻ്റെ ഓപ്പോസിറ്റ് സ്ലോനെസ്. ബ്രിറ്റിൽ ടഫ്, ബെസ്റ്റിലെ സ്ലോനെസ്. അടുത്തത് ബ്ലെമിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കളങ്കമെന്നും, അതിൻ്റെ ഓപ്പോസിറ്റ് പ്യൂരിറ്റി ശുദ്ധം. കളങ്കത്തിൻ്റെ ഓപ്പോസിറ്റ് ശുദ്ധം. അപ്പോൾ ബ്ലെമിസ് എന്ന വാക്കിൻ്റെ അർത്ഥം കളങ്കമെന്നും, അതിൻ്റെ ഓപ്പോസിറ്റ് ശുദ്ധം, പ്യൂരിറ്റി. ബ്ലെയിമിസ് പ്യൂരിറ്റി. അടുത്തത് ഡിസ്വേഡ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നിരുത്സാഹപ്പെടുത്തുക. ഡിസ്വേഡ് എന്ന വാക്കിൻ്റെ അർത്ഥം നിരുത്സാഹപ്പെടുത്തുക. അതിൻ്റെ ഓപ്പോസിറ്റ് എന്ന് കഴിഞ്ഞാൽ പ്രോത്സാഹിപ്പിക്കുക. ഡിസ്വേഡ് എന്ന വാക്കിൻ്റെ അർത്ഥം നിരുത്സാഹപ്പെടുത്തുക, അതിൻ്റെ ഓപ്പോസിറ്റ് പ്രോത്സാഹിപ്പിക്കുക. അടുത്ത വാക്കെന്ന് പറയുന്നത് പ്രൂഡൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിവേകമുള്ള, അതിൻ്റെ ഓപ്പോസിറ്റ് റെക്ലെസ്. പ്രൂഡൻ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് വിവേകമുള്ളതും, അതിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് അശ്രദ്ധമായ, റെക്ലെസ് ഡ്രൈവിംഗ് എന്നൊക്കെ കേട്ടിട്ടില്ലേ, അത് തന്നെ റെക്ലെസ്. പ്രൂഡൻ്റിൻ്റെ ഓപ്പോസിറ്റ് റെക്ലെസ്. അടുത്തത് പ്രൊവോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകോപിപ്പിക്കുക, അതിൻ്റെ ഓപ്പോസിറ്റ് പാസിഫൈ. പ്രൊവോക്കിൻ്റെ ഓപ്പോസിറ്റ് പാസിഫൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാന്ത്വനപ്പെടുത്തുക. അപ്പോൾ ഡിസ്വേഡിൻ്റെ ഓപ്പോസിറ്റ് പേഴ്സ്വേഡ്. അടുത്തത് പ്രൂഡൻറ്റിൻ്റെ ഓപ്പോസിറ്റ് റെക്ലെസ്. പ്രൂഡൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിവേകമുള്ള, ശ്രദ്ധയോടുകൂടിയ. അടുത്തത് പ്രൊവോക്കിൻ്റെ ഓപ്പോസിറ്റ് പാസിഫൈ. പ്രൊവോക്ക് പ്രകോപിപ്പിക്കുകയും, പാസിഫൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാന്ത്വനപ്പെടുത്തുകയും. അടുത്തത് പ്രൊസ്ക്രൈബിൻ്റെ ഓപ്പോസിറ്റ് പെർമിറ്റ്. പ്രൊസ്ക്രൈബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തടയുക, പെർമിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അനുവദിക്കുക. അപ്പോൾ പ്രൊസ്ക്രൈബിൻ്റെ ഓപ്പോസിറ്റ് പെർമിറ്റ്, പ്രൊവോക്കിൻ്റെ ഓപ്പോസിറ്റ് പാസിഫൈ, പ്രൂഡൻറ്റിൻ്റെ ഓപ്പോസിറ്റ് റെക്ലെസ്, ഡിസ്വേഡിൻ്റെ ഓപ്പോസിറ്റ് പെർസ്വേഡ്. അടുത്ത വാക്കെന്ന് പറയുന്നത് പ്രൊഫ്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ധാരാളം, അതിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് സ്കേഴ്സ് എന്ന് വെച്ചാൽ പരിമിതം. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ പറയാൻ പറ്റുന്ന മറ്റൊരു വാക്കാണ് ന്യൂമറസ് എന്ന് വെച്ച് കഴിഞ്ഞാലും ധാരാളം എന്ന, അതിൻ്റെ ഓപ്പോസിറ്റ് സ്കേഴ്സ്. അപ്പോൾ പ്രൊഫ്യൂസ് അല്ലെങ്കിൽ ന്യൂമറസ്, ഇതിൻ്റെ രണ്ടിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് സ്കേഴ്സ്. അപ്പോൾ പ്രൊഫ്യൂസ് അല്ലെങ്കിൽ ന്യൂമറസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ധാരാളം എന്നും, അതിൻ്റെ ഓപ്പോസിറ്റ് സ്കേഴ്സിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് പരിമിതമെന്നും. അടുത്ത വാക്കെന്ന് പറയുന്നത് നെഗ്ലിജൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അശ്രദ്ധമായ. നെഗ്ലിജൻ്റ് അശ്രദ്ധമായ, അതിൻ്റെ ഓപ്പോസിറ്റ് വിജിലൻ്റ് ശ്രദ്ധയുള്ള. വിജിലൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധയുള്ള. നെഗ്ലിജൻ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അശ്രദ്ധമായതും, അതിൻ്റെ ഓപ്പോസിറ്റ് ശ്രദ്ധയുള്ള വിജിലൻ്റ്. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു വാക്ക് പറഞ്ഞു റെക്ലെസ്. നെഗ്ലിജൻറ്റിൻ്റെ ഓപ്പോസിറ്റ് പ്രൂഡൻറ്റിൻ്റെ ഓപ്പോസിറ്റ് റെക്ലെസ്. അത് റെക്ലെസ്സും അശ്രദ്ധമായ എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ നെഗ്ലിജൻറ്റും റെക്ലെസ്സും അശ്രദ്ധമായ. അപ്പോൾ ഡിസ്വേഡിൻ്റെ ഓപ്പോസിറ്റ് പേഴ്സ്വേഡ്, പ്രൂഡൻറ്റിൻ്റെ ഓപ്പോസിറ്റ് റെക്ലെസ്, പ്രൊവോക്കിൻ്റെ ഓപ്പോസിറ്റ് പാസിഫൈ, പ്രോസ്ക്രൈബിൻ്റെ ഓപ്പോസിറ്റ് പെർമിറ്റ്, പ്രൊഫ്യൂസിൻ്റെ ഓപ്പോസിറ്റ് സ്കേഴ്സ്, ന്യൂമറസിൻ്റെ ഓപ്പോസിറ്റ് സ്കേഴ്സ്, നെഗ്ലിജൻറ്റിൻ്റെ ഓപ്പോസിറ്റ് വിജിലൻ്റ്,
ബ്ലമിസിൻ്റെ ഓപ്പോസിറ്റ് പ്യൂരിറ്റി, ബ്രിട്ടിലിൻ്റെ ഓപ്പോസിറ്റ് ടഫ്, ബേസ്റ്റിലിൻ്റെ ഓപ്പോസിറ്റ് സ്ലോനെസ്, ബെനവലൻസിൻ്റെ ഓപ്പോസിറ്റ് മെയിൽവലൻസ്, ബ്ലെയിമിൻ്റെ ഓപ്പോസിറ്റ് പ്രൈസ്, ബ്ലീക്കിൻ്റെ ഓപ്പോസിറ്റ് ബ്രൈറ്റ്, ബ്രേവിൻ്റെ ഓപ്പോസിറ്റ് ടിമിഡ്. അപ്പോൾ പറഞ്ഞ കാര്യം എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുന്ന പ്രതീക്ഷയോടെ അടുത്ത വീഡിയോ കാണും വരെ നന്ദി, നമസ്കാരം.